ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി ഞാൻ കൊണ്ടുവരികയാണ്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 4-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 28-ാം വാക്യം, 28-29 വാക്യങ്ങൾ ഇങ്ങനെ കാണുന്നു. അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്നു ജനങ്ങളോട്, ഞാൻ ചെയ്തതൊക്കെ എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാൺമീൻ, അവൻ പക്ഷെ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു. അവർ പട്ടണത്തിൽ നിന്നും പുറപ്പെട്ട് അവന്റെ അടുക്കൽ വന്നു. സ്തോത്രം. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളും ആയിട്ട് കോർത്തിണക്കിയ ഒരു വചനം തന്നെയാണ്. സ്തോത്രം. ശമരിയ സ്ത്രീ, ആമേൻ, അവള് പട്ടണത്തിൽ ചെന്നു. ആമേൻ, ഹല്ലേലൂയ. പട്ടണത്തിലുള്ള ആ ജനത്തോട് പറയുകയാണ്, ഞാൻ ചെയ്തതൊക്കെ എന്നോട് പറഞ്ഞ ഒരുവനെ വന്ന് കാൺമീൻ എന്ന് പറഞ്ഞതേ ഉള്ളൂ. വലിയ കാര്യമൊന്നും അവൾ പറയുന്നില്ല. സ്തോത്രം. അവൾ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. ശമരിയ പട്ടണത്തിലെ എല്ലാ ആളുകളും ഇളകി വരികയാണ്. സ്തോത്രം. ഒരു പട്ടണം മുഴുവനും ഒരു വാക്കിന്റെ, ഈ സ്ത്രീയുടെ ഒരു വാക്ക് നിമിത്തം ഇളകി വരികയാണ്. ആരുടെത്തേക്കാ? യേശുവിന്റെ അരികിലേക്ക് വരികയാണ്. സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ആദരത്തിൽ, അതാ ഞാൻ പറഞ്ഞ, നമ്മുടെയൊക്കെ ആദരത്തിന് നമുക്കൊരു അതോറിറ്റി ഉണ്ട്. ഇന്ന് രാത്രി അത് തിരിച്ചറിഞ്ഞ് പ്രഖ്യാപിക്കുന്നവരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഇവള് പറഞ്ഞ വാക്ക് നിമിത്തം ഒരു പട്ടണം ഇളകി വരികയാണ്. സ്തോത്രം. യേശുവിന്റെ അരികിലേക്ക് കൊണ്ടുവരിക അവള്. ഇന്ന് രാത്രി ഹല്ലേലൂയ, എത്ര വലിയ പട്ടണത്തെയും എത്ര വലിയ സുവിശേഷ വിരോധിയെയും യേശുവിന്റെ അരികിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു വാക്ക് നിങ്ങളുടെ ആദരത്തിന്മേൽ കർത്താവ് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കുന്ന എൻ്റെ മേൽ അങ്ങനെ ഒരു ആത്മശക്തിയുണ്ട്, അങ്ങനെ ഒരു അഭിഷേകം എനിക്കുണ്ട് എന്ന് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഞങ്ങളുടെ അടുത്തൊരു പിതാവുണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ശക്തനായൊരു സുവിശേഷകനായിരുന്നു. എന്നോട് ഞങ്ങളുടെ നാട്ടിലേക്കുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ മനുഷ്യൻ ഒരു വീട്ടിൽ ചെന്നാൽ ആ വീട്ടിൽ നിന്നും ആളുകൾ പിറ്റെന്ന് തിങ്കളാഴ്ചയാണ് ചെല്ലുന്നെങ്കിൽ ഞായറാഴ്ചത്തെ ആരാധനയ്ക്ക് ആ കുടുംബത്തിലുള്ളവർ ദൈവസഭയ്ക്കകത്ത് വന്നിരിക്കും. സ്തോത്രം. കണ്ടോ, ആ മനുഷ്യന്റെ ആദരത്തിന്റെ അകത്ത് ആ മനുഷ്യന് ദൈവം കൊടുത്തൊരു അഭിഷേകം, അതോറിറ്റിയാണ്. ഇന്ന് രാത്രി നമ്മൾ നമ്മുടെ അധികാരങ്ങളെ തിരിച്ചറിയുന്നവരായി തീരണം. സ്തോത്രം. ഇന്ന് രാത്രി നിങ്ങളുടെ അധികാരങ്ങളെ നിങ്ങൾ തിരിച്ചറിയും. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആശുപത്രിയിൽ നിന്നൊക്കെ ഉപേക്ഷിച്ച് ആമേൻ മരിച്ചു പോകുമെന്ന് ഡോക്ടർമാര് വിധിയെഴുതിയ രോഗികളുടെ മേൽ നിങ്ങളുടെ ആദരത്തിലൂടെ പുറപ്പെടുന്ന വചനം അവനെ സൗഖ്യമാക്കുവാൻ ആ വചനത്തിന് കഴിയും. സ്തോത്രം. പ്രിയരെ, കൃപാവരങ്ങളാൽ സ്വർഗം നമ്മളെ നിറച്ചിരിക്കുക. ഈ രാത്രി സംശയം കൂടാതെ ഞാനും നിങ്ങളും ദൈവവചനം അധികാരത്തോടെ പ്രഖ്യാപിക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നടക്കുവാൻ പോകുകയാണ്. സ്തോത്രം. ഈ രാത്രി വിശ്വാസത്തോടെ നിങ്ങളുടെ ആദരത്തിൽ നിന്നും വിശ്വാസത്തിന്റെ വാക്കുകൾ പുറത്തേക്ക് വരട്ടെ. ആമേൻ. ഈ സ്ത്രീ പറയുന്ന ഒരു വാക്കിൽ എന്ത് ചെയ്യുക? ഹല്ലേലൂയ, വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. നമുക്ക് വലിയ അധികാരങ്ങൾ കർത്താവ് കൈമാറിയിട്ടുണ്ട്. പ്രിയരെ, ഈ യോശുവയുടെ പുസ്തകത്തിൽ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. ഇസ്രായേൽ ജനം താഴ്വരയിൽ യുദ്ധം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അപ്പോ ഈ യുദ്ധം ചെയ്ത് ആമേൻ 7 മഹാജാതികളെ നീക്കിക്കളഞ്ഞിട്ടാണല്ലോ വാഗ്ദത്ത ദേശം അവർക്ക് കർത്താവ് ആമേൻ കൊടുത്തത്. അപ്പൊ ഈ ജാതികരുമായിട്ടുള്ള യുദ്ധത്തിന്റെ ഇടയിൽ ഇസ്രായേൽ മക്കൾക്ക് ജയിക്കണം. പക്ഷേ ആ യുദ്ധം അവസാനിക്കും മുമ്പേ, ജയിക്കും മുമ്പേ സൂര്യൻ അസ്തമിച്ചിരുട്ടാകാൻ തുടങ്ങി. ഉടനെ യോശുവ ഇങ്ങനെ പറഞ്ഞു, സൂര്യ നീ ഗബയോനിലും ചന്ദ്ര നീ അയ്യാലോൺ താഴ്വരയിലും നിൽക്ക എന്ന് പറയുമ്പോ സൂര്യചന്ദ്രന്മാർ യോശുവയെ അനുസരിക്കുവാനിടയായി. ഹല്ലേലൂയ. സൂര്യൻ അസ്തമിക്കാതെ ആമേൻ ഹല്ലേലൂയ സ്റ്റില്ലായി നിന്നു. സ്തോത്രം. അസ്തമിക്കാതെ ദൈവമക്കൾക്ക് വേണ്ടി അത്ഭുതകരമായ ഒരു പ്രവൃത്തി നടക്കുകയാണ്. നമ്മളൊക്കെ ഈ കൺവെൻഷൻ സമയത്ത് മഴ മാറാൻ പ്രാർത്ഥിക്കും, അല്ലേ? കർത്താവേ 2 മണിക്കൂർ നേരത്തേക്ക് മഴ പെയ്യരുത്. ഞങ്ങളുടെ കൺവെൻഷൻ അടുത്തയാഴ്ച നടക്കുക, മഴ പെയ്യരുത്. ഇതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ യോശുവ പ്രാർത്ഥിക്കുന്ന കണ്ടോ? യോശുവയുടെ മേൽ പകർന്ന അഭിഷേകവും അദ്ദേഹത്തിന്റെ അകത്തെ ആ വിശ്വാസവും വെച്ച് യോശുവ പറയുക, സൂര്യ നീ ഗബയോനിലും ചന്ദ്ര നീ അയ്യാലോൺ താഴ്വരയിലും നിൽക്കുക എന്ന് പറഞ്ഞ ഒന്നും കൂടി പച്ചമലയാളത്തിൽ പറഞ്ഞാൽ
ഇന്ന് സൂര്യൻ അസ്തമിക്കാൻ പാടില്ല. സ്തോത്രം. ഞങ്ങൾക്ക് ജയിക്കണം. ആമേൻ. സൂര്യൻ അസ്തമിക്കാൻ പാടില്ല. ഇന്ന് ഞങ്ങളുടെ കൺവെൻഷൻ നടക്കണം, മഴ പെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷേ യോശുവ പറയുന്നുണ്ടോ, സൗരയുദ്ധത്തിന്റെ ആമേൻ ആ നിയമങ്ങളെ അതിനെ പിടിച്ചു നിർത്തുകയാ. സ്തോത്രം. ആമേൻ. തന്റെ ജനത്തിന് വിടുതൽ വേണം. തന്റെ ജനത്തിന് വായ്ത്തത്ത ഭൂമിയിൽ കാലുകുത്തണം. അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ ദൈവമക്കൾ അവകാശമാക്കണം. അതിന് സൂര്യൻ അസ്തമിക്കാൻ പാടില്ല. ഹല്ലേലൂയ. യോശുവ പറയാ, സൂര്യ നീ ഗിബയോനിൽ നിൽക്കണം, ചന്ദ്ര നീ അയ്യാലോൺ താഴ്വരയിൽ നിൽക്കുക. വിശ്വാസത്തിന്റെ ആ സ്തോത്രം വീര്യം കണ്ടോ പ്രിയരെ? ആ പ്രത്യാശയുടെ വീര്യം കണ്ടോ? ഇന്ന് രാത്രി നമ്മളൊരു സാധാരണക്കാരുടെ മക്കളല്ല, സാധാരണക്കാർ ആയിട്ടുള്ള ആളുകളല്ല എന്ന് നമ്മൾ എന്ന് തിരിച്ചറിയുമോ, അന്ന് തുടങ്ങും നമ്മുടെ വിജയം. എൻ്റെ നിങ്ങളുടെ വിജയം. ആമേൻ. ഹല്ലേലൂയ. നമ്മളത് അനുഭവിച്ചറിയണമെങ്കിൽ, അത് നമ്മൾ പ്രാപിച്ചെടുക്കണമെങ്കിൽ, വാഗ്ദത്തങ്ങൾ നമ്മൾ പ്രാപിച്ചെടുക്കണമെങ്കിൽ നമ്മളൊരു സാധാരണ ആളല്ലെന്നുള്ള ബോധ്യം ഇന്ന് രാത്രി നമ്മളെ ഭരിക്കുവാനിടയാകണം. ഹല്ലേലൂയ. ദേശത്ത് നീ സാധാരണ ആളാണെന്ന് ദേശക്കാരെ നിന്നെ നോക്കി പറയും. നീ സാധാരണക്കാരൻ ഒരാള്. ഒരു 2-3 ചർച്ചിലെ ആളുകൾ വരുന്ന സഭയിലെ പാസ്റ്റർ എന്ന് നിന്നെ കുറിച്ച് പറയും. 2-3 ആളുകൾ കൂടുന്ന സഭയിലെ അമ്മാമയാണെന്ന് നിന്നെ കുറിച്ച് പറയും. സ്തോത്രം. നേരെ യുവയുള്ളൊരു വീട് പോലും ഇല്ലാത്ത ഒരു വിശ്വാസി, ഏതോ ഒരു പെന്തക്കോസ്ത് ചർച്ചിൽ ആരാധിക്കുന്നവളെന്നൊക്കെ നിന്നെ കുറിച്ച് പറയുമായിരിക്കാം. വലിയ സാമ്പത്തികമൊന്നുമില്ലാത്ത ആള്, സ്തോത്രം, കഷ്ടിച്ചാണ് ജീവിച്ചു പോണേന്നൊക്കെ നിന്നെ കുറിച്ച് പറയുമായിരിക്കാം. എന്നാൽ അവരറിയാത്ത ഒരു അപ്പൻ നിനക്ക് സ്വർഗത്തിലുണ്ട്. ആ അപ്പൻ സ്തോത്ര സകലത്തെ ഭരിക്കുന്ന അപ്പന. ഇന്ന് രാത്രി നീ കുറിച്ചു വെച്ചോ, നീ ആരാണെന്ന് നിന്റെ ദേശക്കാരുടെ മുമ്പിൽ, നിന്റെ ചാർച്ചക്കാരുടെ മുമ്പിൽ സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തും. നീ ഒരു സാധാരണക്കാരനല്ല. നിന്നിൽ വിശേഷപ്പെട്ട ഒരു അഭിഷേകമുണ്ട്. നിന്നിൽ വിശേഷപ്പെട്ട ഒരു ആത്മാവ് ഇറങ്ങി വസിക്കുന്നുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ദേശത്തിന്റെ മണ്ണിൽ നിന്നെ ഒരു അടയാളമാക്കി മാറ്റും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ആമേൻ. യോശുവയുടെ അധരത്തിൽ നിന്ന് പുറപ്പെട്ട ആ ശബ്ദം നിമിത്തം സൂര്യൻ അസ്തമിക്കാതെ നിന്നു. ഇസ്രായേൽ മക്കൾക്ക് മനസ്സിലായി, ഇവൻ സാധാരണക്കാരനല്ല. ആമേൻ. ഇങ്ങനെയൊക്കെയുള്ള അധികാരം ഇവന്റെ ആദരത്തിൽ നിന്ന് പുറപ്പെടുമ്പോ സൂര്യൻ അസ്തമിക്കാതെ നിൽക്കുന്നെങ്കിൽ, ആമേൻ, ആ സൗരയുഗത്തിന്റെ നിയമങ്ങളെ തെറ്റിച്ചുകൊണ്ട് ഇവന്റെ വാക്കുകൾക്ക് അതോറിറ്റി ഉണ്ടെങ്കിൽ, യോശുവ എന്ന് പറയുന്ന നൂന്റെ മകനായ യോശുവ സാധാരണക്കാരനല്ല എന്ന് ഇസ്രായേൽ മക്കൾ തിരിച്ചറിയുവാനിടയായി. ഇന്ന് രാത്രി ഹല്ലേലൂയ പ്രിയമുള്ളവരെ, ഈ ഗൂഗിൾ മീറ്റിംഗിൽ കൂടുന്ന പ്രിയമുള്ളവരോട് ഞാൻ പറയാം, ഇന്ന് രാത്രി സാധാരണക്കാരനായിട്ട്, ഒരു സാധാരണക്കാരിയായിട്ട് നിന്നെ കാണുന്ന ദൈവമക്കൾ, ഹല്ലേലൂയ സ്തോത്രം, ദേശങ്ങൾ ആ ഒരു സ്തോത്രം ഐഡന്റിറ്റി അവർ തിരുത്താൻ പോകുകയാ. നീ സാധാരണയാളല്ലെന്ന് അവർ തിരിച്ചറിയുവാൻ പോകുകയാ. ആമേൻ. യോശുവ അത് പറയുമ്പോ ആമേൻ അത് സംഭവിക്കുക. ഇന്ന് രാത്രി നമ്മുടെ അധരത്തിൽ നിന്ന് നമ്മൾ കൽപ്പിക്കുന്നത് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ഒരു രോഗി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവൻ സൗഖ്യമാകട്ടെ, അവൾ സൗഖ്യമാകട്ടെ. ക്യാൻസറുകൾ, മാരകമായ രോഗങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് നിന്റെ ആദരത്തിലൂടെ, ദൈവമക്കളുടെ ആദരത്തിലൂടെ നാം പ്രഖ്യാപിക്കുമ്പോൾ ഓൾറെഡി അവിടെ ദൈവമഹത്വം വെളിപ്പെട്ട് കാണാൻ കുതിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? സ്തോത്രം. അവരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഒരു രോഗി സൗഖ്യമാകുന്നത് മാത്രമല്ല, ഹല്ലേലൂയ, ഏത് വിഷയം പ്രാർത്ഥിച്ച് നീ പ്രഖ്യാപിക്കുന്നുവോ അത് സംഭവിക്കണം. ഇന്ന് രാത്രി അങ്ങനെ ഒരു ആത്മിക അധികാരം സ്വർഗം നമ്മുടെ മേൽ കൈമാറാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു അധികാരത്തിന് വേണ്ടി ഞാനും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. സ്തോത്രം. ഇന്ന് രാത്രി നമ്മൾ കടന്നു പോകുന്ന വഴിധാരകളിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വിടുതൽ സംഭവിക്കണം. നമ്മുടെ കരം ഒരു രോഗിയുടെ മേൽ കൊണ്ടുവച്ചാൽ അവൻ അവിടെ സൗഖ്യമായി ദൈവത്തെ മഹത്വപ്പെടുത്തണം. ആമേൻ. ഹല്ലേലൂയ. ഈ പത്രോസും യോഹന്നാനും സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിലേക്ക് പോകുമ്പോ അമ്മയുടെ ഉദരം മുതൽ മുടന്തനായ ആ മനുഷ്യൻ ഭിക്ഷ ചോദിച്ചു.
പത്രോസ് പറഞ്ഞു, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരികയാ. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്ക എന്നവന്റെ വലങ്കരം പിടിച്ചപ്പോഴേ അവൻ കുതിച്ചെഴുന്നേറ്റെന്നാ പറയുന്നത്. സ്തോത്രം. ഇന്ന് രാത്രി പല ആളുകൾക്കും അത്ഭുതങ്ങളും അടയാളങ്ങളോടും ഈ വീരപ്രവൃത്തിയൊക്കെ നടക്കുന്നതിനേക്കാൾ ഉപരിയായി സുവിശേഷം, രക്ഷയുടെ വചനം സംസാരിക്കുക, അതിനോട് അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. നമ്മൾ ഒരിക്കലും അത്ഭുതങ്ങളെ അടയാളങ്ങളെ ഒന്നും വിമർശിക്കേണ്ട കാര്യമില്ല. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ആളുകളിൽ വിശ്വാസമുണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മുടെ കൺമുമ്പിൽ ഈ ദിവസങ്ങളിൽ ദൈവമഹത്വം വെളിപ്പെട്ട് കാണാൻ കൊതിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, അതിന് നമ്മുടെ അതരത്തിൽ സ്വർഗം പകർന്ന ആത്മീയ പവറുണ്ട്, അധികാരമുണ്ട്. ഇന്ന് രാത്രി ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെയുള്ള ആത്മിക ശുശ്രൂഷയിലേക്ക് ഈ ഗൂഗിൾ മീറ്റിംഗിൽ പങ്കുചേരുന്ന ഒരുപാട് ആളുകളൊന്നും ഇല്ലെങ്കിലും, കർത്താവേ എന്നെ അതിനായി ഒന്ന് നിയോഗിക്കണമേ എന്ന് നെഞ്ച് തകർന്ന് ഹൃദയം നുറുങ്ങി ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഒരുപാട് ദിവസമൊന്നും എടുക്കത്തില്ല. 40, 21, 7, 3 ഇരുന്നിട്ടല്ല. ഇന്ന് രാത്രി സ്തോത്രം ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവം, ഒരുപക്ഷെ ഇത് ഗൂഗിൾ മീറ്റിംഗ് ആയിരിക്കാം, പക്ഷെ നമ്മൾ ഇരിക്കുന്നവിടത്ത് ഇറങ്ങി വന്ന് നിറയ്ക്കാൻ ദൈവം സർവശക്തനാ. അത് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുക. ഇന്ന് രാത്രി ആത്മിക അധികാരങ്ങൾ, കൃപയുടെ പുതപ്പ് ഏലിയാവിൽ നിന്ന് എലീശയുടെ മേലിലേക്ക് ഇറങ്ങി വീണതുപോലെ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കളുടെ മേൽ സ്വർഗത്തിലെ ദൈവം തന്റെ കൃപ കൈമാറാൻ പോകുക. നീ കടന്നു പോകുന്ന വഴിധാരയിൽ, നീ കടന്നു ചെല്ലുന്ന ദൈവസഭയ്ക്കകത്ത്, നീ കടന്നു ചെല്ലുന്ന കുടുംബത്തിന്റെ അകത്ത് ദൈവമഹത്വം ഇറങ്ങി നിൽക്കുവാൻ പോകുക. ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ പോകുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആഴമായി വിശ്വസിച്ചാടെ. സ്തോത്രം. ഇന്ന് രാത്രി ദൈവം പരിശുദ്ധാത്മാവിൽ നമ്മളെ കൃപാവരങ്ങളാൽ സ്വർഗം അലങ്കരിക്കുന്ന രാത്രിയാണ്. സ്തോത്രം. നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ഇന്ന് രാത്രി ഒരു മാന്യത ദൈവം തരാൻ പോകുക. ഒരുപാട് ആളുകൾ വിധി എഴുതിയ ഇവനാണോ ശുശ്രൂഷിക്കുന്നത്, ഇവനെ കൊണ്ട് എന്നത്തിന് കൊള്ളാം എന്നൊക്കെ പുച്ഛിച്ച് പുറത്തള്ളി എവിടുത്ത് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ആദരിക്കാൻ പോകുക. പ്രിയരെ, സ്തോത്രം. ശക്തമായി പ്രാർത്ഥിച്ചോ, ശക്തമായി പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രി വ്യത്യസ്തമായ കൃപാവരത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്തുവാൻ പോകുക. ആഴമായ വെളിപ്പാടിലേക്ക്, ആഴമായ പ്രവചനദൂതിലേക്ക്, ആഴമായ വചനത്തിന്റെ ചിന്തയിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ നടത്തുവാൻ പോകുകയാണ്. എഗസ്കേലിനെ അസ്ഥി താഴ്വരയിലേക്ക് ഇറക്കിയിട്ട് പ്രവാചകനെ, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് പ്രവാചകനോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടപ്പോ പ്രവാചകൻ പറയുക, യഹോവേ അങ്ങറിയുന്നുവല്ലോ. സ്തോത്രം. അവിടെ കൊണ്ട് ദൈവം നിർത്തിയില്ല. പ്രവാചകനെ കൊണ്ട് താൻ ശുശ്രൂഷ ചെയ്യിപ്പിച്ചതുപോലെ ഇന്ന് രാത്രി സ്തോത്രം നിന്നെ ചില മേഖലകളിലേക്ക് ഇറക്കി നിന്റെ ശുശ്രൂഷയുടെ നീ പ്രാപിച്ച ശുശ്രൂഷ എന്തെന്ന് അതിനെ വെളിപ്പെടുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുക. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞു, നമ്മുടെ ശുശ്രൂഷ മറഞ്ഞിരിക്കുന്നെങ്കിൽ അത് ഈ ലോകക്കാർക്കത്രേ. ഇന്ന് രാത്രി മറഞ്ഞിരിക്കുന്ന ഒരു ശുശ്രൂഷയല്ല കേട്ടോ. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് മറഞ്ഞിരിക്കുന്നതല്ല. സ്തോത്രം. ഈ രാത്രി ശുശ്രൂഷകൾ വെളിപ്പെട്ട് വരാൻ പോകുക. സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളുടെ ശുശ്രൂഷകൾ ഇന്ന് രാത്രി വെളിപ്പെടുവാൻ പോകുക? സ്തോത്രം. വെള്ളം കോരാൻ വന്നവൾ ആ കുടം താഴെ വെച്ചിട്ട് അവള് പോയി യേശുവിനെ കുറിച്ച് പറയുക. സ്തോത്രം. ഇന്ന് രാത്രി ആമേൻ പല ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരായിരിക്കാം നിങ്ങൾ. സ്തോത്രം. എന്ന രാത്രി ഒരു വഴിത്തിരിവെന്ന പോലെ ദൈവം തന്റെ ആത്മീയ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ കയറ്റുവാൻ പോകുകയാണ്. മോശെ, നീ ആട് മേയിച്ചുകൊണ്ടാണ് നടന്നത്, പക്ഷെ ദൈവത്തിന്റെ ആഗ്രഹം അഹോരെ പർവ്വതത്തിന്റെ മുകളിൽ കത്തുന്ന തീ നീ കാണണമെന്നുള്ളത്, ആ മഹത്വം നീ കാണണമെന്നുള്ളത് ദൈവത്തിന്റെ ഹിതമാകൊണ്ട് സ്തോത്രം. മോശെ അന്ന് പർവ്വതത്തിൽ കൂട്ടിവരുത്തിയതുപോലെ ഇന്ന് രാത്രി വ്യത്യസ്തമായ ആത്മീക ശുശ്രൂഷയിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ തിരിക്കുവാൻ പോകുകയാണ്. എത്ര പേര് ആത്മാവിൽ ഈ ദൂതുകൾ ഏറ്റെടുക്കും ഇന്ന് രാത്രി? സ്തോത്രം. എത്ര പേര് ഏറ്റെടുക്കും? ആ പർവ്വതത്തിന്റെ മുകളിൽ ഇറങ്ങിയ മഹത്വം കാണാൻ മോശയെ പർവ്വതത്തിലേക്ക് ദൈവം വിളിച്ചതുപോലെ നീ ഏർപ്പെട്ടിരിക്കുന്ന ബിസിനസ്, നീ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിൽ മേഖല, നീ ഏർപ്പെട്ടിരിക്കുന്ന ജോലി മേഖലയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം ഒരു വഴിത്തിരിവെന്നതുപോലെ നിന്നെ ഇന്ന് രാത്രി വേർതിരിക്കുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി വേർതിരിക്കുന്ന രാത്രിയാണ്. തന്റെ ദൂതനെ അയച്ച് ഇന്ന് രാത്രി നിനക്ക് വെളിപ്പാടുകൾ കൈമാറാൻ പോകുകയാണ്. ഹല്ലേലൂയ. നീ കൊതിച്ച ശുശ്രൂഷ നിന്റെ കരങ്ങളിലേക്ക് സ്വർഗം കൈമാറുന്ന രാത്രി. ഹല്ലേലൂയ.
ആമേൻ. വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. പ്രിയരെ, നമ്മൾ പാർക്കുന്ന പട്ടണത്തിൽ ഒരു ഉണർവുണ്ടാകാൻ നമ്മുടെ അതരത്തിൽ കർത്താവ് ഒരു വാക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ ആരാധിക്കുന്ന ദൈവസഭയ്ക്കകത്ത് ഉണർവുണ്ടാകാൻ നിങ്ങളുടെ അതരത്തിൽ സ്വർഗം ഒരു വാക്ക് തന്നിട്ടുണ്ട്, ഒരു വചനം തന്നിട്ടുണ്ട്. ഇത് നമ്മൾ പ്രാർത്ഥിച്ചൊന്ന് ചെയ്യണം. ആമേൻ. അത് സ്തോത്രം. നമ്മൾ ആ ദൈവഹിതത്തിനായി ഏൽപ്പിച്ചു കൊടുത്ത് ആ വചനം നമ്മൾ ഉദ്ധരിക്കുമ്പോൾ ദൈവസഭയ്ക്കകത്ത് ആത്മാവിന്റെ തീ ഇറങ്ങി ഒരു ഉണർവായി മാറും. സ്തോത്രം. ഹല്ലേലൂയ. വചനത്താലാണിന്ന് രാത്രി സകലതും ചെയ്യുവാൻ കഴിയത്തുള്ളൂ. ആമേൻ. സ്തോത്രം. വചനത്താലാണ് സകലതും സാധ്യമാകത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക. നമ്മുടെ അതരത്തിൽ ദൈവം ഒരു അധികാരം തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാ ദൈവദാസന്മാരും ആമേൻ ദൈവ വചനം തന്നെ നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ആരെയും ശപിക്കാൻ പാടില്ലെന്നും, അല്ലേ? ജീവനും മരണവും നമ്മുടെ ആ അധികാരം നമ്മുടെ നാവിന്മേലിരിക്കുക. പത്രോസ് പറഞ്ഞ എന്താ? നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിച്ചവരാകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായി തീരണം. ഇന്ന് രാത്രി ഹല്ലേലൂയ, സ്തോത്രം, കർത്താവിന്റെ വചനം പറയുന്നുണ്ട്, എന്നെ ഒന്ന് പരീക്ഷിപ്പിൻ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയുക, നിങ്ങളെ വിളിച്ചപ്പോ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് പകർന്ന ഒരു കൃപയുണ്ട്, അല്ലെ? ആരെയും ചുമ്മാ വിളിച്ചിട്ടില്ല. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൽ പൗലോസ് കൃപാവരങ്ങളെ കുറിച്ച് പറയുമ്പോൾ പൗലോസ് പറയുന്നത് എങ്ങനെയാ? പരിശുദ്ധാത്മാവാണ് നമുക്ക് കൃപാവരങ്ങൾ നൽകുന്നത്. സ്തോത്രം. ആമേൻ. കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. ആത്മാവൊന്നത്രേ, പല ആത്മാവല്ല, ആത്മാവൊന്നും. കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. രോഗശാന്തിയുടെ വരം, പ്രവചനവരം, സ്തോത്രം, മരിച്ചവരെ ഉയർപ്പിക്കുവാനുള്ള ദൈവശക്തി, അല്ലെ? ചില ആളുകൾക്ക് ഭാഷാ വ്യാഖ്യാനം, അന്യഭാഷ, ഇങ്ങനെ വ്യത്യസ്തമായ കൃപാവരങ്ങളാൽ ദൈവസഭയെ കർത്താവ് നിറച്ചിരിക്കുക. അപ്പൊ ഈ കൃപാവരം നൽകുന്നത് പരിശുദ്ധാത്മാവ. അടുത്ത പൗലോസ് പറയാ, ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ. അപ്പൊ ശുശ്രൂഷയ്ക്ക് അയക്കുന്ന ആരാ? കർത്താവ, യേശുവ. ആമേൻ. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്നു പേർ. അടുത്ത പൗലോസ് പറയുന്നത് എങ്ങനെയാ? വീര്യപ്രവർത്തികളിൽ വിശ്വാസം വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ. നമുക്ക് കണ്ടോ, നിങ്ങൾ ഈ ആത്മീക മർമ്മം ഒന്ന് നോക്കിക്കേ. കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. ഒരാൾക്ക് ഭൂതത്തിന്മേലുള്ള അധികാരമാണെങ്കിൽ അടുത്ത ആൾക്ക് രോഗത്തിന്റെ മേലുള്ള അധികാരമായിരിക്കാം, ഒരാൾക്ക് പ്രവചനമായിരിക്കാം, ഒരാൾക്ക് ഭാഷാ വ്യാഖ്യാനമായിരിക്കാം, ഒരാൾക്ക് വെളിപ്പാടായിരിക്കാം. ഇതെല്ലാം പരിശുദ്ധാത്മാവാ നൽകുന്നത്. വ്യത്യസ്തമായ കൃപാവരങ്ങളാൽ പരിശുദ്ധാത്മാവിൽ നമ്മളെ സ്വർഗം നിറച്ചിരിക്കുക. അതുകൊണ്ട് ഇന്ന് രാത്രി രോഗശാന്തിയുടെ വരം ലഭിച്ചവർ ദൈവസഭയ്ക്കകത്ത് ഉപയോഗിക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ കൽപ്പിക്കുക. നമ്മൾ പേടിച്ചിരുന്നാൽ, നമ്മൾ ഭയപ്പെട്ടിരുന്നാൽ രോഗസൗഖ്യമൊന്നും നടക്കത്തില്ല. നിങ്ങളുടെ മേൽ സ്വർഗം പകർന്ന അധികാരം ഇന്ന് രാത്രി അത് തിരിച്ചറിഞ്ഞിട്ട് ഒരു രോഗിയുടെ മേൽ നിങ്ങൾ കൈ കൊണ്ടുവച്ച് കർത്താവിന്റെ നാമത്തിൽ ഇവൻ സൗഖ്യമാകട്ടെ, ഇവൾ സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞാൽ അത് നടക്കുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസം ഉണ്ടാകണം. ആമേൻ. പ്രവചനപരമാണോ നമുക്ക് നൽകിയിരിക്കുന്നത്? അതെന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിൽ ഇന്ന് രാത്രി നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിക്കോണം. അല്ലെങ്കിൽ സ്തോത്രം, കർത്താവ് ആ ഓരോ താലന്ത് കൊടുത്തവർ, അല്ലേ? ഒരു താലന്ത് കിട്ടിയവൻ കൊണ്ട് കുഴിച്ചിട്ടു. ആ സ്തോത്രം, നീ വിതയ്ക്കാത്തിടത്തുനിന്ന് കൊയ്യുന്ന ദുഷ്ടദാസൻ എന്ന് കണ്ട് ഞാൻ കൊണ്ട് കുഴിച്ചിട്ടു എന്ന് പറഞ്ഞു. ഉടനെ കർത്താവ് എന്താ പറഞ്ഞേ? മടിയനും ദുഷ്ടനുമായ ദാസനെ അത് പലിശക്കാർക്ക് കൊടുത്തിരുന്നെങ്കിൽ, അത് പലിശക്കാർക്ക് കൊടുത്തിരുന്നെങ്കിൽ പലിശയടക്കം ഞാൻ വാങ്ങിച്ചേനെ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ മേൽ ആത്മ നിയോഗങ്ങൾ കർത്താവ് തന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ആരും നിസ്സാരക്കാരല്ല. അത് ഉപയോഗിക്കുന്നവരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുക. ഇനി പൗലോസ് അടുത്ത പറയുന്ന എങ്ങനെയാ? ആമേ. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ. അപ്പൊ ഈ ശുശ്രൂഷയ്ക്ക് അയക്കുന്നത് ആരാ? യേശു കർത്താവാണ്. ചില ആളുകളെ കർത്താവ് അയച്ചാലും പേടിച്ചിരിക്കുക, അല്ലേ? കർത്താവ്, ഞാൻ അവിടെ പോയി എന്നാ പറയും, ഞാൻ അവിടെ പോയി എന്ത് സംസാരിക്കും? സ്തോത്രം. അയക്കുന്നത് യേശുവാണെങ്കിൽ നീ പൊയ്ക്കോണം. ഹല്ലേലൂയ. അവിടെ ചെന്ന സ്തോത്രം 2 മണിക്കൂറോ 1 മണിക്കൂറോ ഒന്നും സംസാരിക്കാൻ ദൈവം പറയത്തില്ലായിരിക്കാം. ഒരൊറ്റ ദൂത് നിന്റെ ആദരത്തിലൂടെ പുറത്ത് കർത്താവ് കൊണ്ടുവരും. അതിൻ്റെ അകത്ത് ദൈവ പ്രവർത്തി ചലിച്ചിരിക്കും. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് ആ ശുശ്രൂഷയ്ക്ക് അയക്കുന്നേ, അല്ലാതെ നമ്മളെ ആരെയും ഫോൺ വിളിച്ചിട്ട് വാസ്ത്ര ഇങ്ങോട്ടൊന്ന് വരാമോ എന്ന് ചോദിക്കുന്നേ. അവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് നിയോഗം കൊടുത്തിട്ടാ, അല്ലേ? കൊർന്നെല്യോസിന്റെ ഭവനത്തിലേക്ക് ദൂതൻ ഇറങ്ങിയിട്ട് പറഞ്ഞു, നീ
യോപ്പയിലേക്ക് ആളെ അയച്ചിട്ട് പത്രോസ് എന്ന മറുപേരുള്ള ശീമോനെ വിളിച്ച് അവന്റെ പ്രസംഗം നീ കേൾക്കണം. സ്തോത്രം. അപ്പൊ കർത്താവ് അയക്കാതെ ആരും വരുന്നില്ല പ്രിയരെ, ആരും പോകത്തുമില്ല. ആമേൻ, സ്തോത്രം. നമുക്ക് കർത്താവ് തന്ന ശുശ്രൂഷ അത് തികച്ചോണം. യേശു എവിടേക്കാ അയക്കുന്നത് അവിടെ പോയി ആ ശുശ്രൂഷ ചെയ്തോണം. സ്തോത്രം. അല്ലാതെ ഭയപ്പെട്ട് പേടിച്ചിരുന്നാൽ യേശുവേ എനിക്കൊന്നും അറിയത്തില്ല, വചനം അറിയത്തില്ല, എങ്ങനെ സംസാരിക്കണമെന്നറിയത്തില്ല എന്ന് ഭാരപ്പെടുവൊന്നും വേണ്ട. ഇന്ന് രാത്രി അങ്ങനെയുള്ള ആത്മിക ബലഹീനതകൾ സ്തോത്രം കർത്താവിന്റെ നാമത്തിൽ മാറട്ടെ. യേശു ഒരു ദൂത് തന്ന നിന്നെ അയക്കുന്നെങ്കിൽ നീ ആ വചനം അവിടെ പറയുമ്പോൾ അവിടെ ആത്മശക്തി ഇറങ്ങി വന്നിരിക്കും. പത്രോസ് അധികം ഒന്നും പറഞ്ഞില്ല. കൊർന്നല്യോസിന്റെ ഭവനത്തിൽ ചെന്ന് വചനം പറഞ്ഞതും വചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നതുപോലെ ഇന്ന് രാത്രി പുതുനിയമത്തിന്റെ ശുശ്രൂഷ നമ്മുടെ മേൽ സ്വർഗം കൈമാറിയിട്ടുണ്ട്. ആ ആത്മിക ശുശ്രൂഷ ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ദൈവനാമത്തിനായി ആ ശുശ്രൂഷ ഉപയോഗിക്കും, അതിനായി നിൽക്കും എന്ന് തീരുമാനമെടുക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ ആത്മശക്തി ഇറങ്ങുകയാ. ഇന്ന് രാത്രി ഒന്ന് ഏൽപ്പിച്ചേ, ആ ദൈവദാസന്മാരൊക്കെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി പൊതുവഴി തുറക്കുവാൻ പോകുക, യോർദാൻ നിന്റെ മുമ്പിൽ വഴിമാറുവാൻ പോകുക. ആ മരണയോർദാനെ പിളർന്ന് അപ്പുറം തന്റെ ജനത്തെ എത്തിച്ചതുപോലെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്റെ ഉള്ളങ്കാൽ യോർദാൻ മേൽ പതിഞ്ഞപ്പോൾ അത് രണ്ടായി പിരിഞ്ഞു മാറിയതുപോലെ കർത്താവിന്റെ ദാസന്മാർ ശുശ്രൂഷ പ്രാപിച്ച ആ ദൈവമക്കളൊക്കെ ഒന്ന് ആരാധിക്കാൻ തുടങ്ങിക്കേ. ഇന്ന് രാത്രി സ്തോത്രം നിന്റെ ശുശ്രൂഷ വെളിപ്പെടുവാൻ പോകുക. മൂടുപടം നീങ്ങിയ മോശയുടെ മുഖതേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കുവാൻ കഴിയാതെ വണ്ണം അത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ പൗലോസ് പറയ പുതുനിയമത്തിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതായിരിക്കും. ഇന്ന് രാത്രി ദുർഭൂതങ്ങൾക്ക്, ആമെ പൈശാചിക ആധിപത്യങ്ങൾക്ക്, ദുർമന്ത്രവാദികൾക്ക്, ആമെ ഭീരുക്കൾക്ക്, സ്തോത്ര സുവിശേഷ വിരോധികൾക്ക് നിന്റെ മുഖത്ത് നോക്കുവാൻ കഴിയാതെ വണ്ണം ഒരു തേജസ് നിന്നിൽ നിന്ന് പുറപ്പെടുവാൻ പോകുക. അർദ്ധമാന വൈഡ ശബ്ദരാധന ഉടപാരകക്ഷസിയാധന ശബ്ദരാധന നിന്റെ ശുശ്രൂഷകൾക്ക് അതിർവരമ്പ് വെച്ച, നിന്റെ ശുശ്രൂഷകൾക്ക് വിരോധമായി ആമേഖാലൊരു ശബ്ദം മുഴക്കിയ പൈശാചിക മേഖലകൾ ഇന്ന് രാത്രി എരിഹോവുകൾ പൊളിഞ്ഞു മാറിയതുപോലെ ദൈവപ്രവർത്തി ചലിക്കപ്പെടുകയാ. ആത്മാവിൽ ആ ദൂതുകൾ സ്വീകരിക്കുന്നവരെ ഓർത്ത് സ്തോത്രം ചെയ്യുക. ആമേൻ. നിനക്ക് യാത്രകൾ ഒരുങ്ങുവാൻ പോകുക. ഇന്ന് രാത്രി ദൈവം നിന്റെ വലങ്കരം പിടിച്ചിരിക്കുക. നിന്റെ ശുശ്രൂഷക്കകത്ത് നീ ഞെരുങ്ങിക്കഴിയുവാനുള്ളവനല്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നെ അയക്കുവാൻ പോകുകയാണ്. യേശു നിന്നെ അയക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഗാസയുടെ മണ്ണിലേക്ക് ഫിലിപ്പോസിനെ അയച്ചതുപോലെ അവിടെ നിന്ന് പരിശുദ്ധാത്മാവ് തന്റെ അഭിഷേകന കരങ്ങൾ എടുത്തതുപോലെ ഈ ഒരാണ്ടിൽ സ്തോത്രം ദൈവത്തിന്റെ ആത്മാവ് ശക്തമായ ആത്മിക ശുശ്രൂഷയിലേക്ക് നിങ്ങളെ കയറ്റുകയാണ്. അർദ്ധമാന വൈഡവ ശബ്ദരാധന ഇന്ന് രാത്രി തടസ്സങ്ങൾ മാറട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേ ശുശ്രൂഷകൾക്കായി എന്റെ ദാസന്മാർ ഇന്ന് രാത്രി പുറപ്പെടട്ടെ. ഹല്ലേലൂയ. എല്ലാ പൈശാചിക തടസ്സങ്ങളും, എല്ലാ പൈശാചിക പോരുകളും ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. ദേശത്തിന്റെ പോരുകൾ, ദുരാമ മണ്ഡലങ്ങൾ ഒരുക്കുന്ന തടസ്സങ്ങൾ, ആമേ പാരമ്പര്യ ശക്തികളെ തകർത്തുകൊണ്ട് ഇന്ന് രാത്രി ഏലിയാവിന്റെ മേൽ യഹോവയുടെ കരമിറങ്ങി വന്നപ്പോ അവൻ ആഹാബിന്റെ രഥത്തിന് മുമ്പാകെ ഓടിയതുപോലെ ഈ രാത്രി ഹല്ലേലൂയ ദൈവത്തിന്റെ സ്പർശനം, ആ ദൈവത്തിന്റെ കരം നിന്റെ മേൽ ഇറങ്ങി വരികയാണ്. ആമേ. നീ പുറകെ നിൽക്കുവാനുള്ളവനല്ല, നീ പരാജയപ്പെട്ട് കിടക്കുവാനുള്ളവനല്ല. ഇന്ന് രാത്രി നിന്റെ ശുശ്രൂഷയിൽ ഇരിക്കുവാൻ സമയമില്ലാതെ ഓടുന്ന ഒരാത്മിക അനുഭവത്തിലേക്ക്, ആത്മിക ആമേ ഹല്ലേലൂയ അടുത്ത മേഖലയിലേക്ക് കർത്താവിന്റെ ആത്മാവ് നിന്നെ കരം പിടിച്ചു കയറ്റുവാൻ പോകുക. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഇന്ന് പകൽ ഞങ്ങൾ ജയമെടുക്കുക, രാത്രി ജയമെടുക്കുക. റിഖബാൽ ശബ്ദരാധന വൈഡബാരകക്ഷസിയാധന അർദ്ധമാന വൈഡവ ശബ്ദരാധന ൂഢവാരികക്ഷസിയാധന. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ സ്തോത്രം ചെയ്യുകയാണ്. നഷ്ടപ്പെട്ട സംവത്സരങ്ങൾ ദൈവം നിനക്ക് മടക്കി തരുവാൻ പോകുക. പരിശുദ്ധാത്മാവ് നിന്റെ കരങ്ങളിലേക്ക് അത് മടക്കി തരുവാൻ പോകുക. ഇന്ന് രാത്രി നഷ്ടപ്പെട്ടു പോയ സംവത്സരങ്ങൾ, നഷ്ടപ്പെട്ടു പോയ സമയങ്ങൾ സ്വർഗം നിനക്കത് മടക്കി തരുവാൻ പോകുകയാണ്. ആമേൻ. ദേശത്തിന്റെ 4 ദിക്കിലേക്കും നിന്റെ ശുശ്രൂഷയുടെ ആമേൻ ഹല്ലേലൂയ യാത്രകൾ ഒരുങ്ങുവാൻ പോകുക. 4 ദിക്കിലേക്കും നീ പരക്കുന്ന, നിന്റെ ആത്മിക ശുശ്രൂഷ പരക്കുന്ന ഒരു ഉറവ നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് തുറക്കുക. ആമേൻ ഹല്ലേലൂയ സ്തോത്രം.
ജിജോ എന്ന് പറയുന്ന ആ സ്തോത്രം കർത്താവിന്റെ ദാസന്റെ കുടുംബത്തോട് പരിശുദ്ധാത്മാവ് പറയുന്നത് രാത്രി ഒരു ഉറവ. യാക്കോബ് സ്തോത്ര ജോസഫിനെ കുറിച്ച് പറയുന്നത് അവൻ നീരുറവക്കരികെയുള്ള ഫലപ്രദമായ വിഷം. ഇന്ന് രാത്രി ഒരു നീരുറവ നിന്റെ കുടുംബത്തിന്റെ അകത്ത് വെളിപ്പെടുകയോ, ഒരാത്മിക ആമേൻ സ്തോത്ര തഴപ്പിനായിട്ട്, ഒരാത്മിക വളർച്ചയ്ക്കായിട്ട്. കഴിഞ്ഞ നാളുകളിൽ നീ മരുഭൂമിയുടെ അവസ്ഥകൾ കണ്ടിരിക്കാം. ആമേൻ ഹല്ലേലൂയ. ഇന്ന് രാത്രി ആത്മികമായ യാത്രകൾക്കായ കുടുംബത്തെ സ്വർഗം ഒരുക്കുവാൻ പോവുകയാണ്. ആമേൻ ഹല്ലേലൂയ. നമ്മുടെ മേൽ പകർന്ന അധികാരത്തിന്റെ ശുശ്രൂഷ, പ്രിയമുള്ളവരെ, അത് ചെറുതൊന്നുമല്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടം കൊണ്ട് ഇത് നിർത്തിയാക്കാം എന്നൊക്കെ പലപ്പോഴും നമ്മുടെ അകത്തൊക്കെ ഒരു ചിന്ത വന്നിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ഇത് കർത്താവിനാൽ പ്രാപിച്ച, ഇത് കർത്താവ് തന്ന ശുശ്രൂഷയാണ്, അല്ലെ? വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവം. വിശ്വസ്തനെന്ന് കണ്ട് ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി നീ വിശ്വസ്തനെന്ന് കണ്ട കർത്താവ് നമ്മളെ ഓരോരുത്തരും ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചു. പകുതിക്ക് കൊണ്ട് നിർത്തുവാൻ നമുക്ക് അവകാശമില്ല. ഇന്ന് രാത്രി ശുശ്രൂഷയ്ക്കകത്ത് വരുന്ന നിരാശകൾ, സ്തോത്രം, വേദനകൾ, ഹല്ലേലൂയ, സ്തോത്രം, നീ ഏറ്റ അപമാനങ്ങൾ, ഓ ഹല്ലേലൂയ, സ്തോത്രം, ബന്ധങ്ങൾ തകർന്നു മാറിയ അനുഭവങ്ങൾ. ഇന്ന് രാത്രി എല്ലാ ബന്ധങ്ങളും അറ്റുമാറിയാലും ഉയരത്തിലെ തമ്പുരാനുമായിട്ടുള്ളൊരു ബന്ധമുണ്ടെങ്കിൽ ആ ബന്ധമാണ് വലുത്. സ്തോത്രം. ഇന്ന് രാത്രി വിശ്വസിച്ചോ കേട്ടോ. ഇന്ന് രാത്രി ആത്മാവിൽ സ്തോത്രം ദൈവത്തെ സ്തുതിച്ചോ. ഹല്ലേലൂയ. നമ്മുടെ മേൽ പകർന്ന ആഴമായ ശുശ്രൂഷ ഇന്ന് രാത്രി അത് ചെറുതൊന്നുമല്ല. സ്വർഗത്തിലെ ദൈവം, ആമേൻ, സ്തോത്രം, നിന്റെ മേൽ പകർന്ന ആത്മിക ശുശ്രൂഷയുണ്ടല്ലോ, അതിനെ സ്വർഗം വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. ഇന്നലെ ശുശ്രൂഷിച്ചതുപോലെയല്ല, കഴിഞ്ഞ നാളുകളിൽ നീ ശുശ്രൂഷിച്ചതുപോലെയല്ല. ആ ശുശ്രൂഷയുടെ മഹത്വം എന്താണെന്ന് നീ തിരിച്ചറിയുവാൻ പോകുന്നതേ ഉള്ളൂ. നിൽക്കുന്ന വേദികളിലെല്ലാം പരിശുദ്ധാത്മാവിലുള്ള മഹത്വം ചലിക്കുന്ന അധികാരത്തിന്റെ, അഭിഷേകത്തിന്റെ ഒരു വലിയ ശുശ്രൂഷ കർത്താവ് നമ്മുടെ അകത്ത് പകർന്നിട്ടുണ്ട്. അതിന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നമ്മളിലൂടെ പുറത്തു കൊണ്ടുവരുവാൻ പോവുകയാണ്. ആമേൻ. ചെങ്കടലിൽ കണ്ട് നമ്മൾ ഭയപ്പെടണ്ട. മോശ ചെങ്കടലിൽ കണ്ടപ്പോ ഇസ്രായേൽ മക്കളൊക്കെ കരയുവാൻ തുടങ്ങി. മരുഭൂമിയിൽ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഞങ്ങളെ കൊല്ലുവാൻ കൊണ്ടുവന്നത്. മോശയും നിലവിളിച്ചു. സ്തോത്രം. നോക്കണം, 14-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ ജനമെല്ലാം നിലവിളിക്കുമ്പോൾ മോശയും നിലവിളിച്ചു. ഉടനെ ദൈവം മോശയോട് ചോദിക്കുക, നീ നിലവിളിക്കുന്നത് എന്ത്? സ്തോത്രം. നിങ്ങൾ നിലവിളിക്കുന്ന എന്ത് എന്നല്ലേ ചോദിക്കേണ്ട. പക്ഷേ മോശയോട് ദൈവം ചോദിക്കുക, നീ നിലവിളിക്കുന്ന എന്ത്? സ്തോത്രം. ആ ചോദ്യത്തിന്റെ അകത്ത് വലിയൊരു ആഴമായ ആത്മിക മർമ്മമുണ്ട്. മോശേ, 400 സംവത്സരം മിസ്രൈമിൽ അടിമയായി കിടന്ന ഈ ജനം മഹത്വം കണ്ടിട്ടില്ല, അല്ലേ? ഹോരേബ് പർവ്വതത്തിൽ ദൈവത്തിന്റെ മഹത്വം കണ്ടത് നീയാണ്. സ്തോത്രം. ദൈവശബ്ദം കേട്ടത് മോശെ നീയാണ്. മാത്രമല്ല, ദൈവം തമ്പുരാൻ മോശയോട് പറഞ്ഞു, നീ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന് ഈ പർവ്വതത്തിൽ മടങ്ങി വരും. നിന്നെ അയക്കുന്ന ഈ പർവ്വതത്തിൽ, എന്ന് പറഞ്ഞാൽ ഹോരേബ് പർവ്വതത്തിൽ നീ മടങ്ങി വരും എന്നുള്ളത് ഞാൻ നിനക്കൊരു അടയാളം തരികയോ. ദൈവം ഒരു അടയാളം കൊടുത്തു മോശയ്ക്ക്, ഈ പർവ്വതത്തിൽ നീ മടങ്ങി വരും. സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ വാഗ്ദത്തം മോശയോടിരിക്കുക. ഹല്ലേലൂയ. ചെങ്കടലും ഫറവോനും സൈന്യവും എന്നാ സംഭവങ്ങളും നിന്റെ മുമ്പിൽ വന്നാലും, സ്തോത്രം, ഇതൊന്നും മോശയോട് പറഞ്ഞില്ല. ചെങ്കടലുണ്ടെന്നും ഫറവോന്റെ സൈന്യം പുറകെ വരുമെന്നും ഫറവോന്റെ ഹൃദയം കഠിനമാകുമെന്നും അവൻ വാളെടുക്കും, നിങ്ങളെ കൊല്ലാൻ പുറപ്പെട്ടു വരും, ഇതൊന്നും മോശയോട് പറഞ്ഞില്ല. സ്തോത്രം. ദൈവം പറഞ്ഞത്, ഞാൻ ഈ പർവ്വതത്തിൽ നിന്നെ അയക്കുന്നു, ഞാൻ നിന്നെ അയക്കുന്നു, മടങ്ങി ജനവുമായിട്ട് നീ ഇവിടെ വരും എന്നതിന് ഞാൻ നിന്നെ അയച്ചതിന് അടയാളമാകും. ഇതിനിടയ്ക്ക് മോശെ, ഫറവോൻ നിന്റെ നേരെ വാൾ വരും, അവന്റെ പടയാളികൾ വരും, ഇതൊന്നും പറയാൻ ദൈവത്തിന് മനസ്സില്ല. സ്തോത്രം. ഇതൊന്നും ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ പെട്ടതല്ല. ദൈവം പറഞ്ഞു, നീ ഇവിടെ മടങ്ങി വരും. സ്തോത്രം. ഇത് ഈ മാറ്റത്തമാരോടാ പറഞ്ഞേ. ഈ ശബ്ദം, ദൈവശബ്ദം കേട്ടതാരാ? മോശയാ കേട്ടെ. മിസ്രൈമിൽ 400 സംവത്സരം അടിമകളായി കിടന്ന
ഇസ്രായേൽ മക്കൾ ഈ ശബ്ദമൊന്നും കേട്ടില്ല. 10 ബാധ മിസ്രൈമിൽ ഇറങ്ങി വന്നിട്ട് അത് മോശ പ്രാർത്ഥിക്കുമ്പോൾ അത് മാറുന്നത് ഇവർ കണ്ടിട്ടുണ്ട്. പക്ഷെ ദൈവശബ്ദം കേട്ടത് മോശയാണ്. ദൈവശബ്ദം കേട്ട, വാഴ്ത്തത്വം കേട്ട മോശ നിന്ന് കരഞ്ഞപ്പോ അവരിൽ ഒരുവനെ പോലെ മോശയും നിന്ന് കരയുക. ഇന്ന് രാത്രി ഒരുപാട് വാഴ്ത്തത്വങ്ങൾ കേട്ടവരാ നമ്മൾ, ഒരുപാട് സ്തോത്രം ദൈവശബ്ദം കേട്ടവരാ നമ്മൾ. എന്നിട്ടും അവിശ്വാസികൾ കരയുമ്പോൾ അവരുടെ കൂട്ടത്തിൽ അവരെ ഒരുവനെ പോലെ നിന്ന് കരയുന്ന നിന്നോട് കർത്താവ് പറയുക, നീ എന്തിനാ കരയുന്നേ? സ്തോത്രം. വാഴ്ത്തത്വം കേട്ട നീ എന്തിനാ കരയുന്നേ? ദൈവശബ്ദം കേട്ട നീ എന്തിനാ കരയുന്നേ? ഹല്ലേലൂയ. മോശേ, നിന്നെ ഞാൻ അടുത്തറിഞ്ഞതല്ലേ, നീ എന്തിനാ കരയുന്നേ? നിന്നെ ഇവിടെ മടക്കിക്കൊണ്ടുവരാമെന്ന് ഞാനല്ലേ നിന്നോട് വാഴ്ത്തത്വം കൈമാറിയത്? നീ എന്റെ ശബ്ദം കേട്ടവനല്ലേ, പിന്നെ എന്തിനാ നീ കരയുന്നേ? ഇന്ന് രാത്രി നീ മകനെ ചൊല്ലി, മകളെ ചൊല്ലി, ഭർത്താവിനെ ചൊല്ലി, ഭാര്യയെ ചൊല്ലി, ദൈവസഭയെ ചൊല്ലി, ഹല്ലേലൂയ, എന്തിനെ ചൊല്ലിയാ നീ കരയുന്നേ? സ്തോത്രം. ദൈവശബ്ദം മറന്ന് നീ കരയരുത്. കരഞ്ഞോ? ദൈവശബ്ദം മറന്നു പോകരുത്. ഹല്ലേലൂയ, സ്തോത്രം. അവൻ നിന്റെ കുഞ്ഞിനോട് ദൈവീയമായ ഒരു വാഴ്ത്തത്വം നിന്റെ തലമുറയുടെ മേൽ കിടപ്പില്ലേ? പിന്നെ നീ എന്തിനാ സ്തോത്രം നെഗറ്റീവായി ചിന്തിച്ച് കരയുന്നത്? സ്തോത്രം. നിന്റെ കുടുംബത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞൊരാലോചനയില്ലേ? പ്രയാസങ്ങൾ വരുമ്പോൾ നീ അത് മറന്നെന്തിനാ കരയുന്നേ? അമ്മേ, കരഞ്ഞോ? പക്ഷെ ദൈവശബ്ദം മറന്ന് കരയരുത്. ദൈവശബ്ദം മറന്ന് കരഞ്ഞാൽ അതിന് യാതൊരു പ്രയോജനവും ഇല്ല. ഹല്ലേലൂയ. അതുകൊണ്ടാ മോശയോട് ചോദിച്ചേ, നീ എന്തിനാ കരയുന്നേ? ഈ 30 ലക്ഷം ആളുകൾ നിന്ന് കരയുക. 30 ലക്ഷം ആളുകളൊക്കെ നിന്ന് കരയുക എന്ന് പറഞ്ഞാൽ ഓർത്തേ, എന്നാ കരച്ചിലായിരിക്കും. കടലിന്റെ തിരമാലയെക്കാളും വലിയ മുഴക്കത്തിലുള്ളൊരു കരച്ചിലാണ് 30 ലക്ഷം ആളുകൾ കരഞ്ഞപ്പോ. സ്തോത്രം. അതിന്റെ കൂട്ടത്തിൽ കരഞ്ഞ മോശയുടെ ശബ്ദം ദൈവം പ്രത്യേകമായി മോശയുടെ ശബ്ദം ദൈവം തിരഞ്ഞു കേട്ടു. സ്തോത്രം. 1 ലക്ഷം പേര് കരഞ്ഞാലും നിന്റെ ശബ്ദം ദൈവത്തിന് അറിയാം. ആമേൻ. 1 കോടി ആളുകളുടെ കണ്ണുനീര് ദൈവസന്നിധിയിൽ വീണാലും ഇന്ന് രാത്രി നിന്റെ കണ്ണീര് ദൈവത്തിനറിയാം. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പൊ 1 കോടി ആളുകളുടെ കണ്ണുനീര് വീണത് മിക്സായ ഒരു നദിയായാലും ഇതെന്റെ മകന്റെ കണ്ണുനീരാ. സ്തോത്രം. ഇതെന്റെ ദാസൻ ഇന്ന വിഷയത്തിന് വേണ്ടി കരഞ്ഞതാ. ഹല്ലേലൂയ. ആ കണ്ണുനീരിനെ തുരുത്തിയിലേക്കാക്കി വെച്ച് മറുപടി തരുന്ന ദൈവം, ആ ദൈവത്തിന്റെ മുമ്പിലാ ഇന്ന് നമ്മളായിരിക്കുന്നത്. സ്തോത്രം. എത്ര ദൈവമക്കൾക്ക് പ്രത്യാശയുണ്ട് ഇന്ന് രാത്രി. സ്തോത്രം. ആ ചെങ്കടലിന്റെ മുമ്പിൽ നിന്ന് മോശ കരയുമ്പോൾ, ഹല്ലേലൂയ, മോശ നിലവിളിക്കുമ്പോൾ ദൈവം ചോദിക്കുന്നു, മോശേ, നീ എന്തിനാ കരയുന്നേ? ഹല്ലേലൂയ. ഇന്ന് രാത്രി കണ്ണുനീര് കൊണ്ട് കിടക്ക നനയ്ക്കുന്ന, പ്രാർത്ഥനാ റൂമിൽ കണ്ണുനീരൊഴുക്കുന്ന, സ്തോത്രം, അതെല്ലാം വാഴ്ത്തത്വം മറന്നാകരുത്. ഇന്ന് രാത്രി സ്തോത്രം, സ്വർഗം നിന്നോട് പറഞ്ഞെടുത്ത് നിന്നെ എത്തിക്കും. നിന്റെ തലമുറ ആമേൻ സ്വർഗം പറഞ്ഞവിടത്ത് എത്താൻ പോവുകയാ. ദൈവം പറഞ്ഞതുപോലെ നിന്റെ സഭയ്ക്കകത്ത് അത്ഭുതകരമായ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ പോവുകയാ. സ്വർഗം പറഞ്ഞതുപോലെ നിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെടുവാൻ പോവുകയാ. സ്തോത്രം. ദൈവം കൈമാറിയ വാഗ്ദത്തം പോലെ നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് സംഭവിക്കുവാൻ പോകുകയാ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസീദാസന്മാരെ, ഇന്ന് രാത്രി പൂർണ്ണമായി വിശ്വസിക്ക്. ദൈവം പറഞ്ഞതേ സംഭവിക്കത്തുള്ളൂ എന്ന് പൂർണ്ണമായി വിശ്വസിക്ക്. സാത്താൻ നിങ്ങളുടെ മുമ്പിൽ തോറ്റുവാടാൻ പോകുകയാ. ഇന്ന് രാത്രി എന്റെ കർത്താവ് പറഞ്ഞത് മാത്രമേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. നെഗറ്റീവായ ഒരു വാക്കും ഞാൻ എന്റെ ചിന്താമണ്ഡലത്തിന്റെ അകത്ത് വെച്ചുകൊണ്ടിരിക്കത്തില്ല. എന്റെ ദൈവം എന്നോട് എന്ത് പറഞ്ഞു അത് മാത്രമേ ഞാൻ സ്വീകരിക്കത്തുള്ളൂ എന്ന് വിശ്വസിക്കുക. സ്തോത്രം. ആമേ. മോശയോട് ചോദിച്ച, നീ കരയുന്നത് നിന്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് കടലിന് നേരെ നീട്ടുക. ആമേ. രാത്രി മുഴുവനും ദൈവം ഒരു കാറ്റിനെ അടിപ്പിച്ചു. ആമേൻ. ഹല്ലേലൂയ. മോശ ആ വടി നീട്ടിയപ്പോ ആമേ ആ ചെങ്കടൽ 2ആയി പിരിഞ്ഞു മാറുവാൻ തുടങ്ങി. ഉണങ്ങിയ നിലത്തൂടെ ഇസ്രായേൽ മക്കൾ അക്കരെ കടന്നു. ഇന്ന് രാത്രി ആമേ ഹല്ലേലൂയ, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധികളെ മാറാൻ ദൈവസന്നിധിയിൽ ഒരു വാക്കുണ്ട് പ്രിയരെ. ഒരു വാക്കുണ്ട്.
സ്തോത്രം. പട്ടണ ഇളകി യേശുവിന്റെ അടുത്ത് വരുവാൻ അവളുടെ അധരത്തിന്റെ അകത്തൊരു വാക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ആ ശത്രുക്കളെ കീഴടക്കുവാൻ, ദൈവമക്കളുടെ വിജയത്തിന് വേണ്ടി യോശുവയുടെ അധരത്തിൽ ഒരു വാക്കുണ്ടായിരുന്നു. ചെങ്കടൽ പിരിഞ്ഞു മാറി വാഗ്ദത്ത ദേശത്തിലേക്ക് ദൈവമക്കൾ എത്തുവാൻ മോശയുടെ അധരത്തിൽ, മോശയിൽ ദൈവം ഒരു വാക്ക് കൊടുത്തിരുന്നു. ആമേൻ. ഒരു അധികാരം കൊടുത്തിരുന്നു. ഇന്ന് രാത്രി തിരിച്ചറിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാ. ഹല്ലേലൂയ. യോർദാൻ വന്നപ്പോ ഇസ്രായേൽ മക്കളൊക്കെ നിന്നു. ഉടനെ ദൈവം പറയുക, യഹൂദ മുമ്പിലേക്ക് വരട്ടെ. സ്തോത്രം. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ യോർദാന്റെ മേൽ പതിഞ്ഞപ്പോ അത് രണ്ടായി പിരിഞ്ഞു മാറി. എവിടെയും ദൈവത്തിന് നമ്മളെ അപ്പുറം എത്തിക്കാൻ ഒരു വാക്കുണ്ട്, ഒരു വചനമുണ്ട്. ഇന്ന് രാത്രി സ്തോത്രം, എന്നെ കർത്താവ് കൈവിട്ട് കളഞ്ഞല്ലോ, ഞാനിവിടെ അനാഥനായി പോയല്ലോ, അനാഥയായി പോയല്ലോ എന്നൊരു ഭാരം നമുക്ക് വേണ്ട. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഒരു ശബ്ദമുണ്ട്. കർത്താവേ, ആ ശബ്ദം എനിക്ക് വേണ്ടി പുറപ്പെടണമെന്ന് എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്കും. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, പ്രാരംഭത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ആ പാഴും ശൂന്യമായി കിടന്ന ഭൂമിയെ നോക്കി ദൈവം പറഞ്ഞു ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞതും സ്തോത്രം, ആമേ ഫലമുള്ള വൃക്ഷങ്ങൾ അതിൻ്റെ അകത്തുനിന്ന് മുളച്ചു വന്നതുപോലെ, വിത്തുള്ള സസ്യങ്ങൾ ആ ഭൂമിയുടെ പരപ്പിൽ നിന്ന് മുളച്ചു വന്നതുപോലെ ഇന്ന് രാത്രി അനുഗ്രഹത്തിന് നിന്നെ മാനിക്കാൻ ദൈവത്തിനൊരു വാക്കുണ്ട്, ദൈവസന്നദ്ധയിൽ ഒരു ശബ്ദമുണ്ട്. അത് പുറപ്പെടുവാൻ പോകുകയാണ്. പടകിന്റെ ഒരു ഭാഗത്ത് തലകുനിച്ച് നിരാശനായി നിന്ന പത്രോസിനോട് യേശു പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി നിന്റെ മീൻപിടുത്തത്തിന് വലയിറക്കുക. യേശുവിനൊരു വാക്കുണ്ട് കേട്ടോ. യേശുവിന് നിന്റെ ജീവിതത്തിന്റെ അകത്ത് ദൈവികമായ മഹത്വം കൊണ്ടുവരുവാൻ ഒരു വാക്കുണ്ട്, ഒരു വചനമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി പുറപ്പെടുന്ന ഒരു വചനമുണ്ട്. ഇന്ന് രാത്രി സ്വർഗത്തിൽ നിന്ന് ചലിക്കുവാൻ പോകുകയാണ്. ഗലീലയിലെ കാനാവിലെ കല്യാണ വീട്ടിലെ ആ ശൂന്യത മാറ്റുവാൻ യേശുവിനൊരു വാക്കുണ്ടായിരുന്നു. ആ കൽപാത്രങ്ങളിൽ കോരി നിറപ്പിൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ, നിങ്ങൾക്ക് വേണ്ടി ദൈവശബ്ദം പുറപ്പെടുവാൻ പോകുക. എത്ര പേര് ആത്മാവിൽ ഈ സ്തോത്രം വചനങ്ങൾ, ഈ ദൂതുകൾ സ്വീകരിക്കും? അവർക്ക് വേണ്ടി ഇന്ന് രാത്രി നീ മയങ്ങുമ്പോൾ, നീ ഉറങ്ങുമ്പോൾ ഉറങ്ങാതെ മയങ്ങാതെ, ഇസ്രായേലിന്റെ പരിപാലകൻ അവൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. ഇന്ന് രാത്രി നീ വിശ്രമിക്കുമ്പോഴും നിനക്ക് വേണ്ടി ചലിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്ത വചനം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു വചനം പുറപ്പെടുകയാ. നിന്റെ പ്രശ്നത്തിന് ഏക പരിഹാരം, ഏക വഴി എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. വചനത്തിൽ ആശ്രയിക്കുക. ഹല്ലേലൂയ. വചനത്തിൽ ആശ്രയിക്കുന്നവരെങ്ങും ലജ്ജിച്ചു പോകത്തില്ല. വചനത്തിൽ ആശ്രയിക്കുന്നവരാരും തലകുനിക്കത്തില്ല. ഇന്ന് രാത്രി വചനത്തിൽ ആശ്രയിക്കുക. കർത്താവിന്റെ മക്കളെ വചനത്തിൽ ആശ്രയിക്കുക. ദൈവത്തിന്റെ അഭിഷിക്തന്മാർ വചനത്തിൽ ആശ്രയിക്കൊണ്ട് അവർ നിരാശപ്പെടത്തില്ല. അവർ സ്തോത്രം ഹല്ലേലൂയ വേദനപ്പെടുന്നവരായി തീരത്തില്ല. അവർ ദൈവപ്രവൃത്തി കാണാൻ പോകുക, മഹത്വം കാണാൻ പോകുക. അവരുടെ കണ്ണുകൾ തുറന്ന് ദൈവ പ്രവൃത്തി കാണാൻ പോകുക. ഇന്ന് രാത്രി ആ ശമരിയ പട്ടണം മുഴുവനും ഇളകി യേശുവിന്റെ അരികിലേക്ക് വന്നതുപോലെ ഒരു വലിയ കൂട്ടം ആളുകളെ ദൈവസഭയ്ക്കകത്തേക്ക് കൊണ്ടുവരുവാൻ നമ്മുടെ അധരത്തിൽ ഒരു ശക്തിയുണ്ട് പ്രിയരെ. ആമേൻ. നമ്മുടെ അധരത്തിൽ ദൈവം തന്ന ഒരു ആത്മാവിന്റെ പവറുണ്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ട്, ഒരു വാചനമുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനായ പോൾ യോങ്കിച്ചു എന്ന് പറയുന്ന മനുഷ്യൻ നമുക്കെല്ലാവർക്കും അറിയാം. ശക്തമായ ശുശ്രൂഷകൾ ചെയ്യുന്ന പോൾ യോങ്കിച്ചോ, അദ്ദേഹം ഏകദേശം 10 ലക്ഷം പേര് കൂടുന്ന ഒരു കൺവെൻഷൻ ക്രമീകരിച്ചു. പക്ഷെ ഈ കൺവെൻഷന് അദ്ദേഹം ഒരുക്കിയതുപോലെ ആ ഒരുക്കപ്പെട്ട കൺവെൻഷനിൽ അത്രയും ആളുകൾ കടന്നു വരുന്നില്ല. കുറച്ച് ആളുകൾ മാത്രമേ കടന്നു വരുന്നുള്ളൂ. അദ്ദേഹം പകലത്തെ സെക്ഷൻ കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ഹോട്ടൽ മുറിയിൽ പോയി കടന്നുറങ്ങുമ്പോൾ ഒരു സ്വപ്നം അദ്ദേഹം ഇങ്ങനെ കാണുകയാണ്. അദ്ദേഹത്തിന്റെ കാൽപാദം മുതൽ തല വരെ ചുറ്റിയിരിക്കുന്ന വലിയൊരു സർപ്പം, ഒരു വലിയ സർപ്പം അദ്ദേഹത്തെ ചുറ്റിയിരിക്കുക. ഉടനെ യോങ്കിച്ചോ താൻ ഹല്ലേലൂയ പറയുവാൻ തുടങ്ങി. ഈ സ്വപ്നങ്ങളുടെ അസ്വസ്ഥനായി താൻ ഹല്ലേലൂയ പറഞ്ഞു.
ഹല്ലേലൂയ പറഞ്ഞിട്ടൊന്നും ഈ ശക്തി അഴിഞ്ഞു മാറുന്നില്ല. ഈ സ്വപ്നത്തിൽ തന്നെ ഇങ്ങനെ വലിഞ്ഞു മുറുക്കുന്ന പൈശാചിക ശക്തി അഴിഞ്ഞു മാറുന്നില്ല. വലിയൊരു പാമ്പ് ഇങ്ങനെ വന്ന് ചുറ്റി നിൽക്കുകയാണ്. ഹല്ലേലൂയ പറഞ്ഞു, സ്തോത്രം. ഇദ്ദേഹം ഇങ്ങനെ ഹല്ലേലൂയ പറഞ്ഞു, എന്നിട്ടും ഈ ശക്തി വിട്ടുമാറുന്നില്ല. പെട്ടെന്ന് കർത്താവ് യോങ്കിച്ചയോട് പറഞ്ഞു, നീ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരിക്കാതെ വചനമെടുത്ത് ഉപയോഗിക്കുവാൻ പറഞ്ഞു. അങ്ങനെ ദൈവശബ്ദം കേട്ടതും യോങ്കിച്ചയുടെ അകത്തേക്ക് വന്ന വചനമിതാ: പാമ്പിനെയും തേളിനെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക്